മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മെയ് 2 ഡിഗ്രി ലെവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് നടക്കാൻ പോവുകയാണ്. ഇനി 62 ദിവസങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പൊ അതിന്റെ കൂടെ ഡിഗ്രി പ്രിലിംസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസും വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇപ്പൊ വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന്റെ ഒഫീഷ്യൽ സിലബസ്. അവിടെ മനസ്സിലാക്കാം, ഡിഗ്രി പ്രിലിംസിന്റെ കൺഫർമേഷൻ എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഫേസ് 1 ആയിക്കോട്ടെ, ഫേസ് 2 ആയിക്കോട്ടെ, എല്ലാവർക്കും കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതായത് ഏപ്രിൽ 18 നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് ഏത് ഫേസിലാണ് എക്സാം വരാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് ഫേസ് ആയിരിക്കുമോ സെക്കൻഡ് ഫേസ് ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് ഏപ്രിൽ 18 നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അന്നാണ് അഡ്മിറ്റ് കാർഡ് വരുന്നത്. ക്ലിയർ ആണ്? ഓക്കെ. അപ്പൊ നമുക്ക് സിലബസിലേക്ക് നമുക്ക് പോവാം. 62 ദിവസങ്ങൾ മുമ്പിലുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, മക്കൾ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, അയ്യോ ഇതൊക്കെ ഭയങ്കര പാടാണ്, ഇപ്പം സിലബസ് ഇനി പഠിക്കാൻ തുടങ്ങിയാൽ കിട്ടുമോ, അങ്ങനെയൊന്നും ഇനി ആലോചിച്ചിരിക്കരുത്. കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഏറ്റവും അധികം നിയമനമുള്ള ഒരു പരീക്ഷ അത് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിരിക്കും. കാര്യം ഡിഗ്രി ലെവൽ 4000+ നിയമനങ്ങളാണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, ജയിലർ, അങ്ങനെ ഇത്രയും നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഒന്ന് ആഞ്ഞു പഠിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അത്രയും നിയമനങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിലബസിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ പറയാം, സിലബസിനകത്ത് ഒരു മാറ്റവും ഇല്ല. അതായത് മുമ്പത്തെ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് എന്താണോ അത് തന്നെയാണ് ഈ സിലബസും വരുന്നത്. ഒരു മാറ്റം സിലബസിനകത്ത് വരുന്നില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി 10 മാർക്കാണ്. അപ്പൊ നോക്കിയേ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി 10 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കാണ്, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ 10 മാർക്ക്, IT 5 മാർക്ക്, ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, മാത്സ് 20 മാർക്ക് ഉണ്ട്, ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. നോക്കിയ മക്കളെ, ഇത്രയും ഭാഗമാകുമ്പോൾ തന്നെ 50 മാർക്കായി. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 50 മാർക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 50 മാർക്ക്. അത് കഴിഞ്ഞ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ 10 മാർക്കാണ്. സോ ടോട്ടൽ 60 മാർക്കായി. ഒരു ചെറിയ ഏരിയ 60 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. സോ ഇവിടെ ഇതൊന്ന് ഉറപ്പിച്ചാൽ, ഇപ്പൊ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതുവരെ കടുപ്പിച്ചിട്ടില്ല, നമുക്കവിടെ ഒരു 40 മാർക്ക് പോട്ടെ, 37 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആണെങ്കിൽ നോട്ട് എഴുതിയെടുത്താൽ ഒരു 70 പേജ് വരത്തുള്ളൂ. ആ 70 പേജ് പഠിച്ചാൽ ചുരുങ്ങിയത് 7 മാർക്ക് ഉറപ്പിക്കാം. 44 മാർക്കായി. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ കട്ട് ഓഫ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കട്ട് ഓഫ് 43 ആ റേഞ്ച് ആണ്. ഓക്കെ. മാത്രമല്ല GKയുടെ പകുതി മാർക്ക് മാത്രം നമ്മൾ എടുത്താലും അവിടെ 20 മാർക്കായി. ഏതാണ്ട് 64 മാർക്ക് എവിടെയായി? 64 മാർക്ക്. ഓക്കെ. അതൊരു ചെറിയ മാർക്കല്ല. ഈസി ആയിട്ട് നമുക്ക് ഡിഗ്രി പ്രിലിംസിനെ പാസ് ആവാൻ പറ്റും. ഈ 62 ദിവസം എല്ലാ ദിവസവും 5 മണിക്കൂർ വെച്ച് നിങ്ങൾ മാറ്റി വെച്ചാലും ഈ പ്രിലിംസ് എക്സാമിന് നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. അവിടെ കേരള ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹിസ്റ്ററിയാണ്. അവിടെ കേരള ഹിസ്റ്ററിക്കകത്ത് വരുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ദെൻ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീചിത്ര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്, പിന്നെ നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള, ദെൻ ലിറ്റററി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, ദെൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഒരു മാറ്റവും ഇല്ല. ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മിഡീവൽ ഇന്ത്യ, ദെൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ദെൻ കോൺട്രിബ്യൂഷൻസ്, establishment of the British, first war of independence, formation of Indian National Congress, Swadeshi movement, social reform movements, newspapers, literature and art during freedom struggle, then independent movement and Mahatma Gandhi, extremist movement in India, India's independent, post-independent period state recognition, then development in science, education and technology, foreign policy, then political history after 1951. ഇത്രയാണ് ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് വരുന്നത്. വേൾഡ് ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇതോടുകൂടി ഹിസ്റ്ററി കഴിഞ്ഞു. ഇവിടെ എല്ലാം നമുക്ക് പഠിച്ചു തീർക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമുക്ക് വേൾഡ് ഹിസ്റ്ററി പഠിച്ചാൽ ആ 10 മാർക്കിനകത്ത് ഒരു 3-4 മാർക്കൊക്കെ വേൾഡ് ഹിസ്റ്ററി കോൺട്രിബ്യൂട്ട് ചെയ്യും. ദെൻ ഫ്രീഡം മൂവ്മെന്റ്സ് അത് പഠിച്ചാൽ അത്യാവശ്യം മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ INC പഠിച്ചാൽ നമുക്ക് മാർക്ക് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്ക് നിങ്ങൾ ഫസ്റ്റ് പഠിച്ച് തീർത്തോ. ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്ക് ഫസ്റ്റ് പഠിച്ച് തീർത്ത ശേഷം മാത്രം സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്കുകളിലേക്ക് പോവാം. അത് കഴിഞ്ഞ് ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി, സ്ട്രക്ചർ ഓഫ് എർത്ത്, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലൈമറ്റ് കൂടെ ചേർത്ത് വരുമ്പോൾ അവിടെ 5 മാർക്കിൽ ഭൂരിഭാഗം മാർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ 5 ടോപ്പിക്കുകളായിരിക്കും. നെക്സ്റ്റ് വൺ, അടുത്ത ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, പിന്നെ ഗ്ലോബൽ ഇഷ്യൂ, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ, മാപ്പ്, ടോപ്പോഗ്രാഫിക് മാപ്പ് ആൻഡ് സയൻസ്, remote sensing, geographic information system, oceans and its various movements, continents, world nations and its specific features,
അടുത്ത ഇന്ത്യൻ ജോഗ്രഫി വരുമ്പോൾ ഇന്ത്യൻ ഫിസിയോഗ്രഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റേഞ്ച്, അതായത് ഇന്ത്യൻ ഫിസിയോഗ്രഫിക്ക് അത് വരുന്നതാണ്. നോർത്തേൺ മൗണ്ടൻസ്, ദെൻ റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലർ പ്ലേറ്റോ, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽ ആൻഡ് എയർ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, അടുത്ത കേരള ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഫിസിയോഗ്രഫി, ഡിസ്ട്രിക്ട് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, റിവേഴ്സ് ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെന്റർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. ഇത്രയാണ് ജോഗ്രഫിക്കകത്ത് വരുന്നത്. പിന്നെ ഇതിന്റെ എല്ലാം കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്ത് വരുന്നുണ്ട്. അടുത്ത എക്കണോമിക്സിലേക്ക് നോക്കുമ്പോൾ എക്കണോമിക്സ് വരുന്നത് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, 5-year പ്ലാൻ, നീതി ആയോഗ്, type and functions of economic institutions, Reserve Bank and functions, public revenue, tax and non-tax revenue, public expenditure, budget, fiscal policy, അത് കഴിഞ്ഞ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്. ഇത്രയാണ് എക്കണോമിക്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. 5 മാർക്ക് അടിച്ചെടുക്കാം. അടുത്ത സിവിക്സിലേക്ക് പോകുമ്പോൾ അവിടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻ, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇ ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണത്. ലോക്പാൽ ആൻഡ് ലോകായുക്ത, ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെന്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ്, ലാൻഡ് റീഫോം, അടുത്ത പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ഇത്രയാണ് സിവിക്സിനകത്ത് വരുന്നത്. അത് കഴിഞ്ഞ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ദെൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്സ്, ഭരണഘടനാ ഭേദഗതികൾ, അടുത്ത പഞ്ചായത്തി രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദെയർ ഫംഗ്ഷൻ, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ കൺകർ ലിസ്റ്റ്. ഇത്രയാണ് വരുന്നത്. ഓക്കെ, അടുത്ത കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു ദ സെലക്ടഡ് ടോപ്പിക്. അടുത്ത ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ നോക്കുമ്പോൾ അവിടെ 10 മാർക്കാണ് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ആർട്സിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യ ശ്രവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പിന്നെ പ്രശസ്തരായ എഴുത്തുകാർ. അടുത്ത കായികത്തിലേക്ക് വരുമ്പോൾ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ. അടുത്ത പ്രധാനപ്പെട്ട അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ്, പ്രധാനപ്പെട്ട ട്രോഫികൾ, പ്രധാനപ്പെട്ട മത്സര ഇനങ്ങൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സിന്റെ അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പിന്നെ പാരാ ഒളിമ്പിക്സ്. അടുത്ത ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, പിന്നെ കോമൺവെൽത്ത് ഗെയിംസ് ആൻഡ് സാഫ് ഗെയിംസ്. വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ. ദേശീയ ഗെയിംസ്, അടുത്ത ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങൾ, പിന്നെ ദേശീയ വിനോദം. ഇത്രയുമാണ് ആർട്സ്, സ്പോർട്സിനകത്ത് വരുന്നത്. അടുത്ത ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാരികൾ, കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, ദൻ മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡ്. ഓക്കെ, അടുത്ത സംസ്കാരത്തിലേക്ക് പോകുമ്പോൾ അവിടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. ഇത്രയുമാണ് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിനകത്ത് വരുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അടുത്ത IT പോകുമ്പോൾ ഹാർഡ്വെയറിനകത്ത് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ്. അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ ക്ലാസിഫിക്കേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, പിന്നെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്. അടുത്ത കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. അതിനകത്ത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കും ഉണ്ട്, നെറ്റ്വർക്ക് ഡിവൈസസും ഉണ്ട്. ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിനകത്ത് ലാൻ, വാൻ, മാൻ, പിന്നെ നെറ്റ്വർക്ക് ഡിവൈസസ്, മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൗട്ടർ, ബ്രിഡ്ജ്. അടുത്ത ഗേറ്റ് വേസ്, അതിന്റെ എന്താണ് അതിന്റെ ഉപയോഗം, അത്രയാണ് വരുന്നത്. നെക്സ്റ്റ് ഇന്റർനെറ്റ്, സർവീസസ്, സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്.
അടുത്ത സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ, അതിനകത്ത് ടൈപ്പ് ഓഫ് ക്രൈംസ് ഉണ്ട്, IT ആക്ട് ആൻഡ് അതർ ലോസ്, അത്രയാണ് IT-ക്ക് അകത്ത് വരുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അടുത്ത സയൻസ് ആൻഡ് ടെക്നോളജി നോക്കുകയാണെങ്കിൽ 5 മാർക്കാണ്. സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അകത്ത് നാച്ചുറൽ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റിലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ, prompting integration of science and technology and innovation, their activities and contributions of prominent Indian scientists, at the technology in space and defense, evolution of Indian space program ISRO, its activities and achievements, various satellites programs, DRDO vision mission and activities. Okay, അടുത്ത ബാക്കി എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി, ഇന്ത്യസ് എക്സിസ്റ്റിംഗ് എനർജി നീഡ്സ് ആൻഡ് ഡെഫിസിറ്റ്, ഇന്ത്യസ് എനർജി റിസോഴ്സസ് ആൻഡ് ഡിപെൻഡൻസ്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ്, എനർജി പോളിസി ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, എനർജി സെക്യൂരിറ്റി ആൻഡ് ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യ. അടുത്ത എൻവയോൺമെന്റൽ സയൻസിനകത്ത് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് റിലേറ്റഡ് ടു എൻവയോൺമെന്റ്, ഇറ്റ്സ് ലീഗൽ ആസ്പെക്ട്സ്, പോളിസീസ് ആൻഡ് treaties for the protection of environment and national and the international level environmental protection of sustainable development. At the biodiversity, its importance and concern, then climate change, international initiatives, policies and protocols, important area another, and India's commitment, Western Ghats features, characteristics and issues, forest and wildlife, legal framework of forest and wildlife conservation in India, environmental hazards, pollution, carbon emission, global warming, developments in biotechnology, green technology and nanotechnology. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അടുത്ത മാത്സിലേക്ക് പോകുമ്പോൾ മാത്സിലെ 12 ടോപ്പിക്കുകളാണ് മാത്സിനകത്ത് വരുന്നത്. ഒന്ന് നമ്പേഴ്സ് ആൻഡ് ബേസിക്സ് ഓപ്പറേഷൻ, ദെൻ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശ, കൂട്ടുപലിശ, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജാമിതീയ രൂപങ്ങൾ, ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ. അടുത്ത പ്രോഗ്രഷൻ. അടുത്ത റീസണിംഗിലേക്ക് പോകുമ്പോൾ റീസണിംഗ് 10 മാർക്കാണ്. ഒന്ന് സീരീസ്, 2 പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, പിന്നെ സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാന കണ്ടെത്തുക, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശ അവലോകനം, ക്ലോക്കിലെ സമയവും കോണളവും, പിന്നെ ക്ലോക്കിലെ സമയവും പിന്നെ പ്രതിബിംബവും, കലണ്ടറും തീയതിയും, പിന്നെ ക്ലറിക്കൽ എബിലിറ്റി. ഇത്രയാണ് റീസണിംഗിനകത്ത് വരുന്നത്. അടുത്ത ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ ഗ്രാമറിനകത്ത് വരുന്ന റീജിയൻസ്, ഒന്ന് ഗ്രാമറിനകത്ത് വരുന്ന ഏരിയസ് ഇത്രയാണ്. ഒന്ന് ടൈപ്പ് ഓഫ് സെന്റൻസസ്, പിന്നെ ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ്, then preposition, the use of correlatives, direct and indirect speech, active and passive voice, correction of sentence, പിന്നെ degrees of comparison. അടുത്ത വൊക്കാബുലറി വരുമ്പോൾ അതിന്റെ സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രീഫിക്സ് ഓർ സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിം, ആന്റോണിം, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്. അടുത്ത എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവേഷൻസ്. ഓക്കെ, അടുത്ത മലയാളത്തിലേക്ക് പോകുമ്പോൾ മലയാളം പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലികൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക. ഇത്രയാണ് മലയാളത്തിനകത്ത് വരുന്നത്. ഇത്രയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആയിട്ട് വരുന്നത്. മക്കളെ GK ഏരിയ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഒന്നും ഒഴിവാക്കണ്ട. പക്ഷേ GK സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ മതി. കാര്യം അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ സിലബസിലെ പ്രധാനപ്പെട്ട ഏരിയ മനസ്സിലാക്കുക, അത് മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പൊ നാളെ നമ്മൾ സൂപ്പർ നോട്ട്സ്, നാളെയല്ല മറ്റന്നാൾ നമ്മൾ സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്രാഷ് പ്ലസ് മെയിൻസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ആവശ്യമുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താം. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ് കിട്ടിയിരിക്കും, ഏറ്റവും നല്ല നോട്ട്സ് കിട്ടിയിരിക്കും. ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നു ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതേപോലെ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് ഒരു മോട്ടിവേഷൻ സെഷൻ. അങ്ങനെ ഏറ്റവും നല്ല ക്ലാസ്, ഏറ്റവും നല്ല നോട്ട്സ്, ഒരു ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ, ഇനി താമസിക്കേണ്ട 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ 8281223366 അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോ. മാർച്ച് 2 നമുക്ക് ക്ലാസ്സിൽ കാണാം. ഇനി 62 ദിവസങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഈ 62 ദിവസം ഓരോ ദിവസവും നിങ്ങൾ 5 മണിക്കൂർ മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ കൂടെ കൂടിക്കോടാം, ഞങ്ങൾ നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറ്റിയിരിക്കും. ഓക്കെ, അപ്പോൾ മാർച്ച് 2 ക്ലാസ്സിൽ കാണാം. താങ്ക് യു.